ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോണ്ടയുടെ ഗ്ലാമറാണ് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ. അതിനകത്ത് ജോബ് കോളിൽ പറഞ്ഞേക്കണ വർക്ക് ജനറൽ സർവീസ്, ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യണത്, ആക്സിലേറ്റർ റേസ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട്, അത് മിസ്സിംഗ് കംപ്ലൈൻ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ ഫുൾ ചെക്കപ്പ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്ക് ഇൻഡിക്കേറ്റർ ഒരു സൈഡ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്, അത് റെഡിയാക്കണം. ബാക്കിലെ ബ്രേക്കിൻ്റെ ഭാഗത്ത് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നല്ല സൗണ്ട് വ്യത്യാസമാണ്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ ശരിക്കും ഈ ലൈലാൻഡൊക്കെ ചവിട്ടുന്ന പോലത്തെ സൗണ്ട് ഉണ്ട്. അത് ബ്രേക്ക് ലൈനറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഈ സൈഡ് ഇൻഡിക്കേറ്റർ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് വണ്ടിക്ക് ഓയിൽ കത്തണ കംപ്ലൈൻ്റ് ഉണ്ട്. നല്ല രീതിയിൽ ഓയിൽ കത്തണുണ്ട് വണ്ടിക്ക്. സൈലൻസർ കൂടെ അതിൻ്റെ പുക വന്നുണ്ട്. അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു വണ്ടി ഓയിൽ തീർന്ന് പിടിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻജിൻ സൗണ്ടൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് വണ്ടി ആക്സിലേറ്റർ റേസ് ആവുള്ള എന്ന് പറയുന്നത് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ്. അത് രണ്ട് രീതിയിലാണ് സാധാരണ കാണിക്കാറ്. ഒന്ന് പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന് കംപ്ലൈൻറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രിക്കലായിട്ടും വരാം. ഇതിന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കാരണം പ്ലഗിലേക്ക് പോണ പവർ സപ്ലൈ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, അത് മിസ്സിങ്ങിൻ്റെ ഒരു കാരണമാണ്. അത് കൂടാതെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിക്കാൻ നിൽക്കണ്ട. കാരണം കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിക്കുമ്പോൾ ഓൾറെഡി ഇപ്പോഴത്തെ പെട്രോൾ അറിയാമല്ലോ, എത്തനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടണം. അത് കാർബറേറ്ററിൻ്റെ അടിഭാഗമൊക്കെ ദ്രവിക്കുന്ന ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടിക്കും ആ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർബറേറ്റർ ഇതേ രീതിയിൽ തന്നെ നിർത്തിയിട്ട്, സാധാരണ ജെറ്റ് ബ്ലോക്ക് ആകുമ്പോഴാണ് മിസ്സിങ് വരാം. അത് മാത്രം നമുക്കൊന്ന് പരിഹരിക്കാം കേട്ടോ. പിന്നെ വണ്ടി വർക്കിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തോറി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അതിൻ്റെയാണ് ആ ശബ്ദ വ്യത്യാസം കാണിക്കണം. ബ്രേക്ക് ചവിട്ടുമ്പോൾ കൃത്യമായിട്ട് ഹബ്ബിൽ പിടിക്കാതെ വരുമ്പോഴാണ് സൗണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് സൗണ്ട് മാറും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ലൈനർ ഒരെണ്ണ പൊടി വരുമ്പോൾ വീണ്ടും സൗണ്ട് വരും. അതിന് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഈ ലൈനർ മാറ്റിയതിന് കളഞ്ഞതിന് ശേഷം പുതിയ ലൈനർ, കമ്പനി ലൈനർ ഇടാന്നുള്ളതാണ്. ഒറിജിനൽ ലൈനർ ഇടാം, അപ്പോൾ ആ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ കണ്ടേ, ഇതിപ്പോൾ വലിയ പഴക്കമുള്ള ലൈനറല്ല. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടാൽ തൽക്കാലം സൗണ്ട് വേണ്ടി മാറിക്കോളും, പക്ഷേ വീണ്ടും വരുമെന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയണം, അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടിക്കിടക്കാണ്, അത് മാറ്റിയിടണം. ബാക്ക് ടയറൊക്കെ പുതിയ ടയറാണ്. ഹബ്ബിൻ്റെ ഭാഗത്ത് കൂടെ നോക്കുമ്പോൾ കുറച്ച് ലൈനൊക്കെ ഇതിനകത്ത് വീണിട്ടുണ്ട്. അത് ഈ ലൈനറൊക്കെ ഉപയോഗിക്കുമ്പോൾ വന്ന മിസ്റ്റേക്കുകളാണ്. അത് ശരിക്കും ഒന്ന് ഉരച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കാം. അതാണ് അതുമ്പോൾ ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ പിന്നെ ലേത്തി കൊടുത്ത് കട്ട് ചെയ്തിട്ടൊക്കെ വേണം. നമുക്കിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ക്ലീൻ ചെയ്തിട്ടിട്ട് ലൈനർ, കമ്പനി ലൈനർ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് മാറേണ്ടതാണ്. ഇനി ഒരു പക്ഷേ മാറിയില്ല എന്ന് കരുതാം. അങ്ങനെ മാറിയില്ലെങ്കിൽ നമ്മളിത് ലെയ്ത്തിൽ കയറ്റി വീല് ലെയ്ത്തി കൊടുത്തിട്ട് ഇവിടെ ഒന്ന് പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ഉപയോഗിക്കുമ്പോൾ പൊടി കൂടുതലായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ പൊടി, ആ പൊടിയും ലൈനറിൻ്റെ ഇടയിൽ, ഹബ്ബിൻ്റെയും ലൈനറിൻ്റെ ഇടയിൽ പൊടി വരുമ്പോഴാണ് അത്രയും സൗണ്ട് വരുന്നതും ഈ ഹബ്ബിന് തേമാനം അത്രയും കൂടുതൽ വരുന്നത് കേട്ടോ. അതിപ്പോൾ ലൈനർ മാറ്റിയിട്ട് നോക്കാം. അതിന് ശേഷം പിന്നീട് സൗണ്ട് വരാണെങ്കിൽ ലെയ്ത്തി കൊടുത്താൽ മതി കേട്ടോ. ആ രീതിയിൽ ചെയ്യാം. പിന്നെ ചെയിനൊക്കെ ലൂസുണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടണം. പിന്നെ എയർ ഫിൽറ്റർ, ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്ററൊക്കെ മാറ്റേണ്ട ടൈമൊക്കെ പണ്ടേ കഴിഞ്ഞു. മൊത്തം പൊടി കയറി ബ്ലോക്ക് ആയേക്കണതാണ്. അതേപോലെ പ്ലഗ് നമ്മളിതുമ്പോൾ നോക്കുമ്പോൾ പ്ലഗ് ഇതിൻ്റെ പ്ലഗ് അല്ല, ശരിക്കും ഗ്ലാമറിൻ്റെയൊക്കെ പ്ലഗ് കുറച്ചും കൂടി നീട്ടം കൂടുതലുള്ള ടൈപ്പ് പ്ലഗ്ഗാണ്. ഇതുമേ പഴയ മോഡൽ സ്പ്ലെൻഡറിനൊക്കെ വന്ന മോഡൽ ചെറിയ ടൈപ്പ് പ്ലഗ്ഗൊക്കെ ഇട്ടേക്കണേ. അത് എവിടെ നിന്നോ മാറ്റി ഇട്ടേക്കണതാണ്. ഇപ്പം ഇങ്ങനെ ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ പുതിയ പ്ലഗ്, നമുക്കിപ്പോൾ നീട്ടം കൂടുതലുള്ള പ്ലഗ്ഗാണ് ഇടേണ്ടത് ശരിക്കും. ആ പ്ലഗ് ഇടാൻ പറ്റുമോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പ്ലഗ് ഇടാൻ പറ്റുകയാണെങ്കിൽ ആ പ്ലഗ് കയറ്റിയിടണം. കാരണം ബാലൻസ് ഉള്ള ഭാഗത്ത് ത്രെഡിനകത്ത് കരിയൊക്കെ വന്ന് മൊത്തം ബ്ലോക്കായി ഉണ്ടാവും അങ്ങനെ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പുതിയ പ്ലഗ് ഇട്ട് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ടൈപ്പ് പ്ലഗ് തന്നെ പുതിയതൊന്നും മാറ്റിയിടണം. എന്നാലാണ് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഒരു കാരണമാണ്. പിന്നെ എൻജിൻ ഓയിൽ നല്ല ഓയിലാണ് അതിനകത്തുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ ഓയിലിൻ്റെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ അറിയാവുന്ന ബോൾട്ടാണത്. അപ്പോൾ ആ ബോൾട്ടൊക്കെ ത്രെഡൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. തൽക്കാലം പശയൊക്കെ ഇട്ടാണ് വെച്ചേക്കണേ, ആ രീതിയിൽ ഉപയോഗിക്കാം. പിന്നീട് ഇപ്പോൾ എന്തെങ്കിലും എൻജിൻ സൗണ്ട് ഉള്ളത് കൊണ്ട് എൻജിൻ അഴിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എൻജിൻ വർക്കായിട്ട് ചെയ്യേണ്ടി വരും. ആ സൗണ്ട് ഉള്ളത് കൊണ്ട് ആ കംപ്ലയിൻറ്റ് വരും, എന്തെങ്കിലും കൂടുതലായിട്ട് കാണിക്കും. കുറേ കൂടി കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് കൂടും. ഒന്നാലും എൻജിൻ പിടിച്ച് നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ കൂടെ ഇതിൻ്റെ ത്രെഡിൻ്റെ ദിവസമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം. പിന്നെ ബാറ്ററി നമ്മൾ ഇതുമേ ഇരിക്കണ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 2024 ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. അപ്പോൾ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.85 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ആ ടെർമിനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി.
പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ തെളിയുന്ന ബൾബ് ടെയിൽ ബൾബ് തെളിയുള്ള, അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. ഇൻഡിക്കേറ്റർ സൈഡ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഈ കളറിലുള്ള ലൈറ്റൊന്നും ഒറിജിനൽ കിട്ടാൻ ഇതൊക്കെ നിർത്തി കളഞ്ഞാണുണ്ടോ. പുറമെ എവിടെയെങ്കിലും തപ്പി നോക്കാം, കുറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റേ കിട്ടുള്ളൂ. അത് കിട്ടുമെന്ന് മേടിച്ച് വയ്ക്കുക, അതാണ് കിട്ടുള്ളൂ. കമ്പനി ഐറ്റം വന്നത് വൈറ്റ് ഗ്ലാസ്സിലുള്ള ഐറ്റം വന്നത്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഗട്ടർ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഹാൻഡിൽ കിടന്ന് ഇളകണ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് കോൺസെപ്റ്റിൻ്റെ ആണ്. തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഹാൻഡിലിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, കാരണം അതല്ലെങ്കിൽ പിന്നെ നമ്മളത് അഴിച്ച് കോൺസെപ്റ്റായിട്ട് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കണേ. ഫ്രണ്ടിലും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ തന്നെയാണ്. ബാക്കിലാണ് നിലവിൽ സൗണ്ട് പറഞ്ഞാണ് ബാക്കിലാണ്. അപ്പോൾ തൽക്കാലം ഫ്രണ്ടിൽ വേണമെങ്കിൽ ഇത് തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ട് മൺകാടൊക്കെ ഈ പറഞ്ഞ പോലെ സൗണ്ട് ഉണ്ട്. വണ്ടി ഓടുന്ന സമയത്ത് സൗണ്ട് കാണിക്കുന്നുണ്ട്, ചെറിയൊരു വൈബ്രേഷൻ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയത്തെ ഭാഗങ്ങൾ കൂടി ചെക്ക് ചെയ്തിട്ട് ഞാനൊരു ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതിനകത്ത് പെട്രോളുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് നമ്മളിപ്പോൾ മിസ്സിങ്ങിൻ്റെ സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയതിന് ശേഷം ഇലക്ട്രിക്കലായിട്ടൊരു കംപ്ലയിൻറ്റും കൂടി വന്നിട്ടുണ്ട് ഇതിനകത്ത്. അത് സാധാരണ രണ്ട് രീതിയിലാണ്. ഒന്ന് ഇരിക്കണം CDI എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരും. പിന്നെ ഇവിടെ ഒരു HT കോയിൽ, പ്ലഗിലേക്ക് പവർ സപ്ലൈൻ്റെ ഒരു കോയിലാണത്. ആ രണ്ട് കോയിലിൻ്റെയാണ് സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കാറ്. അത് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റിൽ ഏതാണെന്ന് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം അത് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഓടിച്ച് നോക്കാം. കാര്യം പ്ലഗും കാർബേറ്ററിൻ്റെ ഇതൊക്കെ റെഡി ആക്കുമ്പോൾ അത് കുറയാണെങ്കിൽ അത് അങ്ങനെയാണ് പോട്ടെ. ഇനി അതല്ല മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് നോക്കി അത് ഏത് പാർട്സ് മാറ്റിയാലും അത് ശരിയാവണമെന്നുള്ള കേസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓടിച്ച് നോക്കിയിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പറഞ്ഞാൽ നമ്മളത് അഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അയക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ.